Hi friends, welcome to Stitching.Time. ഞാൻ ഇവിടെ കാണിക്കുന്നത് സിമ്പിൾ സ്കേർട്ടാണ്. അപ്പോൾ തുടക്കക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സ്കേർട്ടായിരിക്കും ഇത്. പിന്നെ വേണ്ടത് 1/2 മീറ്റർ തുണിയാണ്. ഇതിൻ്റെ നീളം എടുക്കുന്നത് 15 ഇഞ്ചും വീതി വരുന്നത് 44 ഇഞ്ചുമാണ്. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 16 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഒരു വീസ്റ്റ് ബാൻഡ് എക്സ്ട്രാ ഈ സ്കേർട്ടിന് കൊടുക്കുന്നുണ്ട്. ഈ തുണിയുടെ വീതി എടുക്കേണ്ടത് എപ്പോഴും ഇവിടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഡബിൾ എടുക്കുക. അപ്പോൾ ഇവിടെ വേസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ് ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 44 ഇഞ്ച് വീതി വരും. ഇനി സ്കേർട്ടിന് ഇവിടെ ഞാൻ ആദ്യം ഒരു ചുരുക്കിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നൂല് വലിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചുരുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ ലൈനിങ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും വീതി എടുക്കേണ്ടത് 44 ഇഞ്ച് തന്നെയാണ്. നീളവും 15 തന്നെ എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ അതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫാബ്രിക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ലൈനിങ്ങും ഇതും നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ലൈനിങ്ങും ഈ ഒരു തുണി കൂടി ഒരുമിച്ച് അടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഈ സ്കേർട്ടിന് ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്കേർട്ടിന് ലെങ്ത് എത്താത്തതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ബാൻഡ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ബാൻഡിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 2 ഇഞ്ചാണ് കറക്റ്റ് വേണ്ടത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പാന് 3 ഇഞ്ച് എടുക്കാം. ഇനി ഇതിൻ്റെ നീളം വരുന്നത് 29 ഇഞ്ചാണ്. അത് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ 7 ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 29 ഇഞ്ച് കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാൻ ലൈനിങ്ങും ഈ ഒരു സ്കേർട്ടും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേസ്റ്റ് ബാൻഡ് വേണ്ടാത്തവർക്ക് ഇതിൻ്റെ മുകളിൽ മടക്കി തയ്ച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വേസ്റ്റ് ബാൻഡിൽ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ തുണിയുടെ നല്ല വശത്ത് ഇതുപോലെ തുണി വയ്ക്കുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളും തയ്ച്ചു പോവാണ്. അപ്പോൾ ഈ തുണീൻ്റെ വീതി ആയിരിക്കണം ഈ വേസ്റ്റ് ബാൻഡിന് വരേണ്ടത്. അതുപോലെ ചുറ്റും അറ്റം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ തയ്ച്ച് കാണിക്കാം. ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് തയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ അടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഭാഗം ഞാൻ തയ്ച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ ലൈനിങ്ങിൻ്റെ സൈഡിലാണ് തുണി തയ്ച്ചിരിക്കുന്നത്. ഇനി ഈ തുണീനെ ഈ ബാൻഡിന് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ കൊണ്ടുവരാം. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് ബാൻഡ് വേണ്ടാത്തവർക്ക് ഈ ഒരു ഭാഗം വേസ്റ്റ് ബാൻഡ് വയ്ക്കാത്ത ഒരു ഭാഗം നമുക്ക് മടക്കിയിട്ട് തയ്ച്ചു കൊടുത്ത് ഇലാസ്റ്റിക് ഇട്ടാൽ നമുക്ക് ചുരുക്കമുള്ളൊരു പാവാട കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ബാൻഡ് ഫുള്ളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാൻഡിൻ്റെ ലെങ്ത് എപ്പോഴും ഇതിൻ്റെ ലെങ്ത്തായിട്ട് മാച്ച് ചെയ്ത് വരണം. ഇനി ഇതിൻ്റെ സൈഡ് വശമാണ് ഇനി അടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് നോക്കാം. ഇലാസ്റ്റിക്കിൻ്റെ നീളം വരുന്നത് 21 ഇഞ്ചാണ്. 22 1 ഇഞ്ച് മൈനസ് ചെയ്യുക. ഇലാസ്റ്റിക്കിലായിരിക്കും നമ്മളെപ്പോഴും സ്കേർട്ടിൻ്റെ കറക്റ്റ് അരവണ്ണം എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് മൈനസ് ചെയ്ത് 21 ഇഞ്ച് എടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് വശം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്കേർട്ടിന് ഇതുപോലെ മറിച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ സൈഡ് വശം അടിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ ഈ ലൈനിങ്ങും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അടിച്ചു. ഈ ഒരു ഭാഗം ഞാൻ ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തേക്കാണ്. അവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഇവിടെ ഞാൻ ഒരു സേഫ്റ്റി പിൻ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു.
ഇനി അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലൊന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡിയായി. അപ്പോൾ ബിഗിനേഴ്സിന് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു പാവാടയായിരിക്കും ഈ ചുരുക്കിട്ടിട്ട് തയ്ക്കുന്നത്. അപ്പോൾ ആകെ 2 മെഷർമെൻറ്റ്സാണ് ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന് വേസ്റ്റും ഒന്ന് ലെങ്ത്തും ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.